അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രവാചക ജീവചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഏടുകളിലൊന്ന് പ്രവാചകന്റെ ഖദീജ ബീവിയുമായിട്ടുള്ള വിവാഹമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ വിവാഹമായിരുന്നു അത്. എങ്ങനെയാണ് ഖദീജ ബീവിയുടെ ജീവിതത്തിലേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത് എന്നതൊരു മനോഹരമായ ചിത്രമുണ്ടതിന്. ബീവിയുടെ സഹോദരിയായിരുന്ന ഹാല വഴിയാണ് അത് സംഭവിക്കുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടിനെ മേയ്ക്കുന്ന ജോലി ചെയ്തിരുന്നു എന്ന്. മക്കയിലെ പല പ്രമാണിമാരുടെയും ഖുറൈശികളുടെ പല പ്രമുഖരുടെയൊക്കെ ആടുകളെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ മേയ്ക്കുന്ന ജോലി ഏറ്റെടുത്തിരുന്നു. അങ്ങനെയാണ് ഖദീജ ബീവിയുടെ സഹോദരിയായിരുന്ന ഹാലയുടെ ആടുകളെ മേൽക്കാൻ വേണ്ടി 2 ആട്ടിടയന്മാരെ അവർ നിയമിക്കുന്നത്. അതിലൊന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ഈ ഹാലയ്ക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് അറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇവര് ആട്ടിടയന്മാർക്ക് കൂലി കൊടുക്കുന്ന ദിവസം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഹാലയുടെ വീട്ടിലേക്ക് ചെല്ലുമായിരുന്നില്ല, മറിച്ച് തൻ്റെ കൂടെയുള്ള ആളെ അവിടേക്ക് പറഞ്ഞേക്കും. ആ സമയത്ത് ഹാല ബീവി ചോദിക്കായിരുന്നു, എവിടെ നിന്റെ കൂടെയുള്ള മുഹമ്മദ് എവിടെ എന്ന് ചോദിക്കും. ആ സമയത്ത് അദ്ദേഹം മറുപടി പറയും, അദ്ദേഹം വന്നിട്ടില്ല, അദ്ദേഹത്തിനുള്ള പൈസ എൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞിരിക്കുകയാണ്. സ്ത്രീകളോട് അന്നേ സംസാരിക്കാനും ഇടപെടാനൊക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ മടിയും ലജ്ജയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇത്രത്തോളം മാന്യമായിട്ട് ആളുകളോട് പെരുമാറുന്ന, വളരെ മാന്യതയോടുകൂടി പെരുമാറുന്ന അത്രയും നല്ല ആ കൂട്ടുകാരൻ്റെ സ്വഭാവ മഹിമകള് ആ ശമ്പളം വാങ്ങിക്കാൻ വന്ന ആട്ടിടയനോട് ഹാല ബീവി ഇങ്ങനെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ സ്വഭാവവും സംസാരവും ഒക്കെ ഹാല ബീവിക്ക് വളരെ തൃപ്തിപ്പെട്ടിരുന്നു. ഇങ്ങനെ ഹാല ബീവി സംസാരിക്കുന്നത് വീടിൻ്റെ അകത്തിരിക്കുന്ന ഖദീജ ബീവി കേൾക്കുകയാണ്. ഖദീജ ബീവിയുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിനു മുൻപ് 2 പേരെ ഖദീജ ബീവി വിവാഹം കഴിക്കുന്നുണ്ട്. അതിലൊന്ന് അബൂ ഹാല എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. അവര് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ബന്ധത്തിൽ അവർക്ക് 2 മക്കൾ ഉണ്ടാവുന്നുണ്ട്. ഹാല, ഹിന്ദ് എന്നൊക്കെ അറിയപ്പെടുന്ന 2 മക്കൾ ഉണ്ടാവുന്നുണ്ട്. ശേഷം ആ ഭർത്താവ് അബൂ ഹാല എന്നറിയപ്പെടുന്ന തൻ്റെ ഭർത്താവ് ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇദ്ദേഹം മരിച്ചതോടുകൂടെ ഖദീജ ബീവി അത്തീഖ് എന്ന പേരുള്ള മറ്റൊരാൾ കൂടെ വിവാഹം കഴിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ സമ്പന്നനായിരുന്നു എന്നോ. അങ്ങനെ അദ്ദേഹം വളരെ സമ്പന്നനായിരുന്നു, പക്ഷെ ആ ബന്ധത്തിൽ മക്കളൊന്നും ഉണ്ടാകുന്നില്ല. അദ്ദേഹം കുറച്ചു കാലം കൂടെ കഴിഞ്ഞു പോയപ്പോഴേക്കും ഈ അത്തീഖ് എന്ന ആളും ഈ ലോകത്തോട് വിട പറയുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സമ്പത്തുകളൊന്നും കൈമാറാൻ അനന്തരാവകാശികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സമ്പന്നനായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും ലഭിക്കുന്നത് ഖദീജ ബീവിക്കാണ്. സത്യത്തിൽ ഈ ജാഹിലിയ കാലഘട്ടത്ത് സ്ത്രീകൾക്ക് അനന്തരാവകാശം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് അത്തീഖിൻ്റെ എല്ലാ അവകാശങ്ങളും സമ്പത്തൊക്കെ വരുന്നത് ഈ ഖദീജ ബീവിയിലേക്കാണ്. ബീവിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമതിയായിരുന്നു. ഈ സമ്പത്ത് വെറുതെ ദൂർത്തടിച്ച് ചെലവഴിക്കുന്നതിന് പകരം ബീവി വീണ്ടും അത് ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അഥവാ വീണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം കച്ചവടം തന്നെയായിരുന്നു പ്രധാനപ്പെട്ട വരുമാന മാർഗം. അവർ വീണ്ടും കച്ചവടം ചെയ്യുന്നു. ബീവിയെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിലിരിക്കുകയും അവർ മറ്റാളുകൾ അതിലേക്ക് വെച്ചുകൊണ്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട്, നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ വർഷവും യമനിലേക്കും സിറിയയിലേക്കും കച്ചവട യാത്രകൾ ഉണ്ടാവും. ഓരോരുത്തരെ പറഞ്ഞയക്കും. അങ്ങനെ ഒരു ലാഭത്തിൻ്റെ ഒരു വിഹിതം അവർക്ക് നൽകും. അങ്ങനെയായിരുന്നു ബീവിയുടെ കച്ചവടം പോയിക്കൊണ്ടിരുന്നത്. അത് വർഷാവർഷം കഴിഞ്ഞപ്പോഴേക്കും അത് വളരെ ലാഭകരമായി തുടങ്ങി. സത്യത്തിൽ മക്കയിലേക്ക് വരുന്ന കച്ചവട സംഘങ്ങളിൽ ഏറ്റവും വലിയ കച്ചവട സംഘം അത് ഖദീജ ബീവിയുടേതായിരിക്കും. ത്വാഹിറ എന്ന പേരിൽ, അഥവാ പരിശുദ്ധവതി എന്ന പേരിൽ ഖദീജ ബീവി അന്ന് മക്കക്കാർക്കിടയിൽ വളരെ പ്രസിദ്ധയായിരുന്നു, സമ്പന്നയായിരുന്നു, വളരെ പ്രൗഢശാലിയായ, വളരെ ബുദ്ധിമതിയായ സ്ത്രീയായിരുന്നു. ഖദീജ ബീവിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ വീടിൻ്റെ മുകളിൽ അവരൊരു പച്ച വിരിപ്പ് ഇങ്ങനെ ഇട്ടുമായിരുന്നു. അഥവാ മക്കയിലെത്തുന്ന, വിശന്നിരിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആർക്കും ബീവിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാം. അവർക്ക് ഏത് നിമിഷവും അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് ബീവി അവരെ കാത്തിരിക്കുന്ന വളരെ ദാനധർമ്മി കൂടിയായ സ്വഭാവത്തിന് കൂടെ ബീവി ഉടമയായിരുന്നു. വളരെ സമ്പന്നയായിരുന്നെങ്കിൽ കൂടെ അത് നല്ല മാർഗത്തിൽ ചെലവഴിക്കാനും ബീവി തയ്യാറായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് കാണുന്നത്. ഇങ്ങനെ അതിസുന്ദരിയും ത്വാഹിറ എന്ന പേരിൽ പരിശുദ്ധവതിയൊക്കെ ആയി അറിയപ്പെടുന്ന, കച്ചവടക്കാരിയും സമ്പന്നയായി അറിയപ്പെടുന്ന ഖദീജ ബീവിയെ 2 വിവാഹങ്ങൾ കഴിഞ്ഞ് ഭർത്താക്കന്മാർ മരിച്ചിരിക്കുന്ന സ്ത്രീ അതുകൊണ്ട് തന്നെ മക്കയിലെ പല പ്രമുഖ പ്രമാണിമാരും വിവാഹ ആലോചനയുമായിട്ട് ഖദീജ ബീവിയുടെ അടുക്കലേക്ക് എത്തുന്നുണ്ട്.
പക്ഷെ അവർക്കൊന്നും ബീവി ചെവി കൊടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇവർ തൻ്റെ സഹോദരിയിൽ നിന്ന് ഇങ്ങനെ സത്യസന്ധനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഥകൾ ഇങ്ങനെ വാതോരാതെ കേൾക്കുന്നത്. ബീവിക്ക് വളരെ താല്പര്യമായി. പക്ഷേ ആദ്യം ബീവി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്ന ഒരു വിവാഹ കാര്യം ആലോചിച്ചിട്ടൊന്നും അല്ലായിരുന്നില്ല. മറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ബീവിയെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ പുറത്തേക്ക് കച്ചവട ചരക്കായിട്ട് പോവുക എന്നുള്ളതൊന്നും സാധ്യമായിരുന്നില്ല. അവർ ഇതുപോലെ ഒരാളെ നിയമിച്ചിട്ട് കച്ചവടത്തിന് വേണ്ടി പറഞ്ഞയക്കായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് ആ പോകുന്ന ആളുകൾ ബീവിയെ വഞ്ചിക്കുകയും യഥാർത്ഥ പണം ഇവർക്ക് കൊടുക്കാത്തൊക്കെ അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരൊരു വിശ്വസ്തരായ ആളുകളെ തേടി നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ മക്കയിൽ ഉണ്ടായിരുന്ന ആരോഗ്യകരമായിട്ട് ശേഷിയില്ലാത്ത ഒരു സമ്പന്നനായ മനുഷ്യന്റെ കച്ചവട ചരക്കായിട്ട് പ്രവാചകൻ സിറിയയിലേക്ക് യാത്ര പോകുന്നത്. അങ്ങനെ ആ ഒരു കച്ചവടം വളരെ ലാഭകരമായി നടന്നതോടുകൂടെ ഇതുപോലത്തെ പല ഓഫറുകളും പ്രവാചകന് വരുന്നുണ്ട്. അങ്ങനെയാണ് ബീവിയുടെ കച്ചവട ചരക്കുകൾ വർഷവും യമനിലേക്കും സിറിയയിലേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബീവി ക്ഷണിക്കുന്നത്. അത് അബൂ ത്വാലിബ് വഴിയായിരുന്നു എന്നും ചില ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബീവി അബൂ ത്വാലിബിനെ വിളിക്കുന്നു, എന്നിട്ട് പറയുന്നു, സത്യസന്ധനായ നിങ്ങളുടെ മകൻ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് കച്ചവടത്തിന് അയച്ചു തരൂ, ഞാൻ അവർക്ക് നല്ലൊരു ലാഭം തന്നെ നൽകാം, എൻ്റെ കച്ചവട ചരക്കുകളെ സിറിയയിലേക്ക് യമനിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ജോലിയൊക്കെ അവൻ ഏൽപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അബൂ താലിബ് വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നുണ്ട്. ശേഷം വീട്ടിൽ വന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അബൂ താലിബും അതിന് സമ്മതമുള്ളൂ. കാരണം വളരെ സാമ്പത്തികമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണല്ലോ. അങ്ങനെ അബൂ താലിബിന്റെ സമ്മതത്തോടു കൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ ആ വർഷത്തെ സിറിയയിലേക്കുള്ള കച്ചവട യാത്ര പ്രവാചകന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. ലാഭത്തിന്റെ പകുതി 50% ബീവി വലിയൊരു ഓഫറാണെന്ന് വെക്കുന്നത്. ആർക്കും നൽകാത്തൊരു വലിയ ഓഫർ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വസ്തത ഒന്നുകൊണ്ടും മാത്രം ലാഭത്തിന്റെ പകുതിയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകാം എന്ന് വാഗ്ദാനം നൽകുകയാണ് ഖദീജ ബീവി. യാത്രക്ക് പുറപ്പെടുമ്പോൾ മൈസറ എന്ന തൻ്റെ അടിമയെ കൂടെ പ്രവാചകന്റെ കൂടെ ഇവർ പറഞ്ഞേക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും വഴികാട്ടിയായിട്ടും എല്ലാ സഹായങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ മൈസറയെ കൂടെ അയക്കുന്നത്. അങ്ങനെ ഇവരുടെ യാത്ര ഇങ്ങനെ തുടർന്നു പോയി. മൈസറ അത്ഭുതപ്പെടുന്നുണ്ട് ഈ മനുഷ്യന്റെ ഓരോ പ്രവൃത്തികളും കണ്ടിട്ട്. കാരണം മൈസറ ഇതിനു മുൻപും പലരുടെ കൂടെയും, അദ്ദേഹം അടിമയാണല്ലോ, പല ആളുകളുടെ കൂടെയും സിറിയയിലേക്കും മറ്റൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരിലൊന്നും കാണാത്ത സത്യസന്ധമായ, വളരെ മനോഹരമായി പെരുമാറുന്ന, എല്ലാവരോടും പുഞ്ചിരിച്ച് സൽസ്വഭാവത്തോടുകൂടെ സത്യസന്ധയോടെ പെരുമാറുന്ന ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മൈസറ വളരെയധികം ആകൃഷ്ടനാവുന്നുണ്ട്. മാത്രമല്ല അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരുപാട് അത്ഭുതങ്ങൾക്ക് മൈസറ സാക്ഷിയാവുന്നു. മേഘങ്ങൾ വന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ചുട്ടുപഴുത്ത മരുഭൂമിയിൽ തണലേകുന്നതും മരങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി തണലേകുന്നതൊക്കെ മൈസറ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതം കൂറിയിരിക്കുകയാണ്. അങ്ങനെയാണ് അവർ ബുസ്റ എന്ന സ്ഥലത്ത് എത്തുന്നത്. ബുസ്റ എന്ന സ്ഥലത്തെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. ബഹീറയുടെ മഠം നിലകൊള്ളുന്ന ഖുറൈശി കാരവാനുകളൊക്കെ വിശ്രമിക്കുന്ന ബുസ്റ എന്ന ഡമസ്കസിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണത്. അവരങ്ങനെ അവിടെ എത്തി വിശ്രമിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു മരച്ചുവട്ടിൽ ഇരുന്നിട്ട് കിടന്നുറങ്ങുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് ആ മഠത്തിൽ നിന്ന്, ബുസ്റയിലെ ആ മഠത്തിൽ നിന്ന്, ബഹീറയായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ പ്രവാചകൻ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ പുരോഹിതൻ. ഇന്ന് ആ ബഹീറ മരിച്ചിട്ടുണ്ട്. അവിടെ നസ്തർ എന്നൊരു പുരോഹിതനാണ് ഇപ്പൊ അവിടെ താമസിക്കുന്നത്. ഈ മരച്ചുവട്ടിൽ ഈ അത്ഭുത മനുഷ്യനിങ്ങനെ കിടന്നുറങ്ങുന്നത് നസ്തർ തന്റെ കുന്നിൻ മുകളിലുള്ള മഠത്തിൽ നിന്ന് കാണുകയാണ്. നസ്തർ കാണുന്ന മറ്റൊരു അത്ഭുതം എന്ന് വെച്ചാൽ, വെയിലിങ്ങനെ താഴ്ന്നിറങ്ങുമ്പോൾ ആ മരം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി കുനിഞ്ഞു കൊടുത്ത് അത്രയും താഴ്മയോടുകൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി തണലിലേക്കുന്ന അത്ഭുത കാഴ്ച കാണുകയാണ്. ഉടനെ തന്റെ മഠത്തിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട് മൈസറയോട് ചോദിക്കുന്നുണ്ട്, ഈ മരച്ചുവട്ടിൽ ഉറങ്ങുന്നത് ആരാണ്? മൈസറ മറുപടി പറയുന്നു, അത് മുഹമ്മദ് ബിൻ അബ്ദുല്ലയാണ്. മക്കയിലെ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട കഅബയുടെ ഉടമസ്ഥാവകാശമുള്ള കഅബയുടെ സംരക്ഷണമുള്ള ആളുകളാണ് അവർ. ആ സമയത്ത് നസ്തർ മറുപടി പറയുന്നുണ്ട്, ആ മരച്ചുവട്ടിൽ ഒരു പ്രവാചകനല്ലാതെ മറ്റാരും ഇന്നേ വരെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് നസ്തർ ആ മഠത്തിലേക്ക് തന്നെ കയറി പോകുന്നു. മൈസറെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതം മാത്രമായിരുന്നു. കാരണം യാത്രയിലുടനീളം അത്ഭുതങ്ങളുടെ ഒരു പരമ്പര കണ്ടിട്ടാണ് അത് അവിടെ എത്തുന്നത്.
അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വാർത്തയായിരുന്നു. അങ്ങനെ അവർ സിറിയയിലേക്ക് പോകുന്നു, കച്ചവടം നടത്തുന്നു. മൈസറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുത പ്രവൃത്തി. കാരണം ഓരോ കച്ചവടം നടത്തുമ്പോഴും അതിൻ്റെ കോട്ടങ്ങളും നേട്ടങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം നടത്തുന്നത്. അങ്ങനെ കച്ചവടമെല്ലാം വിറ്റഴിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. പതിവിന് വിപരീതമായി 3 ഇരട്ടി ലാഭത്തോടെയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്തവണത്തെ സിറിയ യാത്ര കഴിഞ്ഞവർ എത്തുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവച്ചിടത്തൊക്കെ ഈ ബർക്കത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഹലീമ ബീവിയുടെ വീട്ടിലെത്തുമ്പോഴും വളരെ ക്ഷാമം പിടിച്ചു കിടക്കുന്ന ആ പ്രദേശത്ത് ഹലീമ ബീവിയുടെ ഒട്ടകങ്ങളും ആടുകളും മാത്രം പാല് കൊടുക്കുന്ന ഹലീമ ബീവി തൻ്റെ കുഞ്ഞിന് വേണ്ടി മുല കൊടുക്കാൻ ഒന്നും പാലില്ലാതെയാണ് മക്കയിലേക്ക് എത്തുന്നത്. പ്രവാചകൻ ഏറ്റെടുത്തോടുകൂടെ ആ മുലയിൽ പാല് നിറയുന്ന ചരിത്രമൊക്കെ നമ്മൾ കേട്ടതാ. അങ്ങനെ ആ ബർക്കത്താണ് ഇവിടെയും നടപ്പിലാകുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കച്ചവടം ഏറ്റെടുത്ത് നടത്തുന്നതോടുകൂടെ 3 ഇരട്ടി ലാഭമാണ് അത്തവണ അവർ നേടുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ അവർ മക്കയിലേക്ക് എത്തുന്നു. ഓരോ കണക്കുകളും കൃത്യമായിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിക്ക് ഇങ്ങനെ എടുത്തുദ്ധരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാം. അതേ സമയത്ത് മൈസറോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് ഓരോ കണക്കുകളും കൃത്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വളരെ സത്യസന്ധമായി ഇങ്ങനെ ഓരോ കണക്കുകളും രേഖപ്പെടുത്തുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഖദീജ ബീവിക്കും മൈസറ എന്ന അടിമക്കൊക്കെ വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു അത്തവണത്തെ സിറിയൻ കച്ചവട യാത്ര. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണക്കൊക്കെ പറഞ്ഞു പോയ ശേഷം മൈസറ ഈ യാത്രയിലുടനീളം നടന്ന അത്ഭുത പ്രവർത്തികൾ മുഴുവനും നെസ്തർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്നു. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരാളെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ അയാളുടെ കൂടെ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ അയാളുമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടാവണം. മൂന്നാമതായിട്ട് പ്രവാചകൻ പറയുന്നത് നിങ്ങൾ അയാളുടെ അയൽവാസിയായിട്ട് താമസിക്കണം. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 2 അവസരം, സാമ്പത്തികമായ ഇടപാടും കൂടെ യാത്ര ചെയ്യലും അവിടെ നടക്കുകയാണ് മൈസയുടെ കൂടെ. ആ വേളയിൽ തന്നെ പ്രവാചകന്റെ സമ്പൂർണമായ സ്വഭാവം മൈസർക്ക് ബോധ്യപ്പെടുകയും അത് വളരെ പൂർണ്ണമായിട്ട് ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഖദീജ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഖദീജ ബീവിയുടെ ബന്ധുവായിരുന്ന വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് അദ്ദേഹം ഉടനെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം ഒരു മുൻപുള്ള വേദങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരു പുരോഹിതനായിരുന്നു വറഖത്ത് ഇബ്നു നൗഫൽ. അദ്ദേഹം ചരിത്രത്തിലേക്ക് വരുന്നുണ്ട്. അത് പറഞ്ഞ ഉടനെ ഖദീജ ബീവിയോട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഒരു പ്രവാചകനാണ് നമ്മുടെ മുഹമ്മദ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം ദീർഘകാലമായിട്ടൊരു പ്രവാചകന് വേണ്ടി ഇങ്ങനെ ദാഹിച്ചിരിക്കുകയാണ്. ആ പ്രവാചകൻ ചിലപ്പോൾ അറേബ്യയിലുള്ള ഈ ഖുറൈശി ഗോത്രത്തിലായിരിക്കും പിറക്കാനിരിക്കുന്നത് എന്നൊരു ശുഭവാർത്ത കൂടി വറഖത്ത് ഇബ്നു നൗഫൽ ഖദീജ ബീവിയോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതുകൂടെ കേട്ടപ്പോൾ ബീവിക്ക് സ്വാഭാവികമായ മാനുഷികമായ ഒരു ഇഷ്ടം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തോന്നുകയാണ്. ഇത്രയും സത്യസന്ധമായി പെരുമാറുന്ന, വളരെ കുലീനമായ, വളരെ ഉന്നത കുലത്തിൽപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാഭാവികമായ ഒരു പ്രണയം ഖദീജ ബീവിക്ക് തോന്നുകയാണ്. വളരെ നാച്ചുറൽ ആണത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അഥവാ അവിടെ ഇങ്ങനെ മരുഭൂമിയിൽ ദാഹിച്ചവശയായി നിൽക്കുന്ന ആ 2 പെൺകുട്ടികൾ, അവരുടെ ആടുകൾ എല്ലാവരും അവിടെ വന്നിട്ട് അവരവരുടെ ആടുകൾ കുടിപ്പിക്കുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം വന്നുകൊണ്ട് ആ 2 പെൺകുട്ടികൾക്ക് അബലരായ അവരെ സഹായിക്കുകയും ആ കിണറിനെ മൂടി ഉയർത്തിക്കെടുക്കുകയും അവർക്ക് വെള്ളം അവർ കൊടുക്കുകയൊക്കെ ചെയ്ത ശേഷം മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ നിന്ന് നടന്നു പോകുന്നു, ഒരു നന്ദി വാക്ക് പോലും കേൾക്കാതെ. അങ്ങനെ ആ 2 പെൺകുട്ടികൾ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തെത്തി കാര്യങ്ങൾ പറയുകയും ആ ഒരു പെൺകുട്ടിക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് തോന്നുന്ന പ്രണയമൊക്കെ ഉണ്ട് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അഥവാ ഖുർആൻ പറഞ്ഞ ഒരേ ഒരു പ്രണയ കഥയാണത്. അങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒന്നാണ് 2 മനുഷ്യർക്ക് പരസ്പരം പ്രണയം തോന്നുക എന്നത്. വളരെ സ്വാഭാവികമാണ്. അതിൽ ആരെയും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വളരെ സ്വാഭാവികമായ പ്രണയമായിരുന്നു ഖദീജ ബീവിക്കും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തോന്നിയത്. അതിൽ ഒരുപാട് പാഠങ്ങളും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്ന നഫീസ എന്നൊരു കൂട്ടുകാരിയെ വിളിച്ചുകൊണ്ട് ഖദീജ ബീവി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നഫീസ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യം പിടികിട്ടി. ഉടനെ ഖദീജ ബീവിയോട് ചോദിക്കുന്നുണ്ട്, നീ അവരെ വിവാഹം ചെയ്യാൻ താല്പര്യമാണോ? അങ്ങനെ ബീവി സമ്മതിക്കുന്നുണ്ട്. ഉടനെ നഫീസ അബൂ ത്വാലിബിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ശേഷം പ്രവാചകന്റെ അടുത്തേക്കും വരുന്നു. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, മുഹമ്മദ്, നീ ഒരു വിവാഹത്തിന് തയ്യാറാണോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു, എൻ്റെ പക്കൽ അതിന് സാമ്പത്തികമായ ഒരു വരുമാനവും ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടൊന്നുമില്ല. ആ സമയത്ത് ഈ വന്ന നഫീസ മറുപടി പറയുന്നുണ്ട്, അങ്ങനെ ഒരു സാമ്പത്തികമായ നേട്ടം നിങ്ങൾക്ക് സാധ്യമാവുകയാണെങ്കിലോ? പ്രവാചകൻ സംശയത്തോട് ചോദിക്കുന്നുണ്ട്, ആരാണ് അതിന് സാധ്യമാകുന്നത്? അപ്പോൾ നഫീസ ബീവി മറുപടി പറയുന്നു, അത് ഖദീജ ബിൻത്ത് ഖുവൈലിദാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. താൻ ജോലി ചെയ്യുന്ന തൻ്റെ ഉടമയായ
ഖദീജ ബീവി എന്തിനാണ് ഈ തീരുമാനമെടുത്തത്? അവർക്ക് എന്തിൻ്റെ കേടാണ്? അവർ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദരിദ്രനാണ്, വളരെ സമ്പന്നയായ ഖദീജ ബീവിയാണ് തങ്ങൾക്ക് വേണ്ടിയിട്ട് വിവാഹാലോചന നടത്തുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു സംസാരത്തിലാണ് എത്തുന്നത്. നഫീസ ബീവി പറയുന്നു, നിങ്ങൾക്ക് സമ്മതമാണെന്ന നിലയ്ക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊരു വാക്കിൻ്റെ മേലിൽ അങ്ങനെ ഇവർ ചെന്നുകൊണ്ട് അബൂ താലിബിനോട് സംസാരിക്കുന്നു. അബൂ താലിബ് വളരെ സമ്മതത്തോടുകൂടി തന്നെ അതിന് സമ്മതം നൽകുകയാണ്. മറിച്ച് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അഥവാ ഖദീജ ബിൻത്ത് ഹുവൈലിദ് എന്നാണല്ലോ, ഹുവൈലിദ് അവരുടെ പിതാവാണ്. അതിൽ ചില ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, അത് വളരെ ലൈഫായ ദുർബലമായ റിപ്പോർട്ടുകളാണ്. നമ്മൾ തന്നെ മുൻപ് ചില കഥകൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അഥവാ ഖദീജ ബീവിയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഈ ഹുവൈലിദ് വളരെ മദ്യപിക്കുന്ന ആളായിരുന്നു. ഈ തങ്ങളുടെ പിതാവിനോട് ഖദീജ ബീവി ഈ വിവാഹാലോചന പറഞ്ഞപ്പോൾ അതേ ഒരിക്കലും സമ്മതിക്കുന്നില്ല. വളരെ ദരിദ്രനായ ഈ ഖുറൈശി, ഈ അനാഥനായ ഈ മുഹമ്മദിനെ നീ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നായിരുന്നു പിതാവായിരുന്ന ഹുവൈലിദിന്റെ മറുപടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ഇത് വളരെ ദുർബലമായ റിപ്പോർട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബീവി ഒരിക്കൽ മദ്യപിച്ചിരിക്കുന്നത് തന്നെ പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിക്കുകയും ആ മദ്യത്തിന്റെ ലഹരിയിലിരിക്കുന്ന സമയത്ത് ഹുവൈലിദ് ആ വിവാഹത്തിന് സമ്മതം നൽകുന്നു. പിന്നീട് അതിന്റെ കെട്ടിറങ്ങിയ സമയത്ത് അദ്ദേഹം അതിനെ നിരസിക്കുക ചെയ്തു. പക്ഷേ ആളുകൾക്കിടയിൽ കൂടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം കൊടുത്ത ഈ ഒരു വാക്കിന്റെ പേരിൽ അങ്ങനെ കല്യാണം നടക്കുന്നതൊക്കെ കാണാം. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയും കാണാം. അഥവാ ഹുവൈലിദിന്റെ അടുത്ത് വന്നിട്ട് ഖദീജ ബീവി പറയുമ്പോൾ ഹുവൈലിദ് മറുപടി പറയുന്നത്, വളരെ ദരിദ്രനായ അനാഥനായ മുഹമ്മദിനെ നീ എന്തിനാണ് വിവാഹം ചെയ്യുന്നത്? ആ സമയത്ത് ബീവി മറുപടി പറയുന്നു, ഉപ്പ, സമ്പത്ത് എൻ്റെ കയ്യിൽ, മക്കയിൽ ആരെടുത്തും ഇല്ലാത്തത്ര സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് വേണ്ടത് സത്യസന്ധനായ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരാളെയാണ്. അതിന് മുഹമ്മദിനേക്കാൾ വലിയൊരാൾ ഇന്ന് മക്കയിലില്ല. ഇനി കുടുംബം നോക്കുകയാണെങ്കിൽ ഖുറൈശികളെക്കാൾ മഹത്തരമായ ഏത് കുടുംബക്കാരാണ് ഇന്ന് മക്കയിലുള്ളത്? എന്നാൽ ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ വളരെ ദുർബലമാണ് എന്ന് പണ്ഡിതർ പറയാൻ കാരണം അതിന് പിന്നിൽ രണ്ട് കാരണങ്ങളാണ്. അതിലൊന്നാമത്തേത്, ഖദീജ ബീവിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു ബീവി കച്ചവടത്തിലേക്ക് ഏർപ്പെടുന്നുണ്ടെന്നത്. ബീവിക്ക് ഇങ്ങനെ ഒരു പിതാവ് അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ബീവി ഇങ്ങനെ സ്വയം കച്ചവടത്തിലേക്ക് ഇറങ്ങുമായിരുന്നില്ല. ഈ സമ്പത്തൊക്കെ തൻ്റെ പിതാവിനെ ഏൽപ്പിച്ചിട്ട് കച്ചവടം തൻ്റെ പിതാവിനെ കൊണ്ട് നടത്തിക്കുമായിരുന്നു. മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപ് നടന്ന ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന ഫിജാർ യുദ്ധത്തിൽ ഈ ഹുവൈലിദ്, ഖദീജ ബീവിയുടെ പിതാവായിരുന്ന ഹുവൈലിദ് മരണപ്പെട്ടു എന്നും വ്യക്തമായ രേഖകളുണ്ട്. ആ അവസരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്, ആ ഫിജാർ യുദ്ധത്തിൽ മരണപ്പെട്ട ഹുവൈലിദ് കൊണ്ടാണ് ഖദീജ ബീവി പിന്നീട് ഒറ്റയ്ക്ക്, വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കച്ചവടം നടത്തുന്നതും ഒക്കെ. അങ്ങനെയുള്ളത് കൊണ്ട് ഈ വിവാഹത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് ഈ പിതാവിന്റെ, ഹുവൈലിദിന്റെ സഹോദരനായിരുന്ന അംർ ഇബ്നു അസദ് എന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് ഈ വിവാഹം നടക്കുന്നത് എന്നാണ് ഏറ്റവും പ്രബലമായ റിപ്പോർട്ടുകൾ. വർഷങ്ങൾക്ക് മുമ്പ് ഫിജാർ യുദ്ധത്തിൽ ഈ ഹുവൈലിദ് മരണപ്പെടുന്നു. ശേഷമാണ് ഇവരുടെ ഈ വിവാഹത്തിന് അംർ ഇബ്നു അസദ് എന്ന തൻ്റെ പിതാവിൻ്റെ സഹോദരനാണ് മുന്നിൽ നടത്തി കൊടുക്കുന്നതെന്ന്. അതിനു മുൻപ് നമ്മൾ രണ്ട് പറഞ്ഞ റിപ്പോർട്ടുകൾ നമ്മൾ ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിലും ഒരുപാട് പ്രസംഗങ്ങളിലൊക്കെ കേട്ടതാണെങ്കിൽ കൂടെ അത് വളരെ ദുർബലമാണ് എന്നാണ് പ്രധാന ചരിത്ര പണ്ഡിതന്മാർ സാക്ഷ്യം വഹിക്കുന്നത്. അങ്ങനെ സിറിയൻ യാത്രയ്ക്ക് ശേഷം കൃത്യം 2 മാസത്തിന് ശേഷമാണ് ഈ വിവാഹം നടക്കുന്നത്. അംർ ഇബ്നു അസദ് ആയിരുന്നു ഖദീജ ബീവിയുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അബൂ ത്വാലിബും ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നു വന്നിരുന്നത്. അങ്ങനെ ആ നിക്കാഹിന്റെ വേളയിൽ അബൂ ത്വാലിബ് ഒരു ഖുത്ബ നടത്തുന്നുണ്ട്. ഖുറൈശികളുടെ മഹിമയും പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയൊക്കെ വിളിച്ചോതുന്ന ഒരു ഖുത്ബ നടത്തുന്നുണ്ട്. അങ്ങനെ വളരെ പ്രൗഢഗംഭീരമായിക്കൊണ്ട് തന്നെ ഖദീജ ബീവിയുടെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും വിവാഹം അവിടെ നടക്കുകയാണ്. 20 ഒട്ടകങ്ങളാണ് അന്ന് വിവാഹ മൂല്യമായിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നത്. അതിൽ മറ്റൊരു ചരിത്രത്തിലെ മനോഹരമായ സംഭവം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇങ്ങനെ മക്കയിലെ പല പ്രമാണിമാരും ഖദീജ ബീവിയുടെ അടുത്തേക്ക് വിവാഹാലോചനയായിട്ട് വരുന്നുണ്ടല്ലോ. ആ അവസരത്തിൽ ഇങ്ങനെ ഒരു ദരിദ്രനായ പാവപ്പെട്ട മുഹമ്മദുമായിട്ട് വിവാഹം നടന്നു എന്നറിഞ്ഞപ്പോൾ ഈ പൗരപ്രമാണിമാരായ ആളുകളൊക്കെ ബീവിയുടെ അടുത്തുനിന്നുകൊണ്ട് കളിയാക്കാൻ തുടങ്ങി, പ്രവാചകനെയും കളിയാക്കാൻ തുടങ്ങി. സമ്പത്തൊന്നും ഇല്ലാത്ത ഈ ദരിദ്രനായ മുഹമ്മദിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് ഖദീജ ബീവിയെ വളരെ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ ഇത് കേട്ട പ്രവാചകന് വളരെ മാനസിക വിഷമായി. അങ്ങനെ ആ കല്യാണത്തിൻ്റെ അന്ന് വലിയ പാർട്ടിയാണ് ഖദീജ ബീവി മക്കയിൽ ഒരുക്കുന്നത്. എല്ലാ പ്രമാണിമാരെയും സമ്പന്നതയ്ക്ക് അവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. ആ അവസരത്തിൽ ബീവി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരുടെയൊക്കെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ മുഹമ്മദിനെ വളരെ ദരിദ്രനാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. എങ്കിൽ നിങ്ങൾക്കറിയണം, ഇന്നു മുതൽ എൻ്റെ സമ്പത്തിൻ്റെ എല്ലാ അവകാശവും ഉടമസ്ഥാവകാശവും ഈ മുഹമ്മദ്, എൻ്റെ ഭർത്താവായ മുഹമ്മദിനാണ്. ഇന്നു മുതൽ മുഹമ്മദ് സമ്പന്നനാണ്.
ഖദീജയാണ് ദരിദ്രം. വളരെ ചരിത്രത്തെ പിടിച്ചു കുലുക്കിയ ഒരു നിലപാടായിരുന്നു അന്ന് അവിടെ മക്കയിൽ ഖദീജ ബീവി നടത്തുന്നത്. അന്ന് വന്ന പൗരപ്രമാണിമാരായ ആളുകളൊക്കെ ഒന്നും പറയാതെ മിണ്ടാതെ കല്യാണ വിരുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും വരുന്ന ഓരോ യാത്രകളിലും ഖദീജ ബീവി പിന്തുണക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന് 25 വയസ്സായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഖദീജ ബീവിയുടെ വയസ്സിലാണ് നമുക്ക് പിന്നീട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. ഖദീജ ബീവിക്ക് അന്ന് 40 വയസ്സായിരുന്നു എന്നാണ് നമുക്ക് പരക്കെ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു വാർത്ത. പക്ഷെ അത് ഏറ്റവും പ്രബലമായ റിപ്പോർട്ടുകളിൽ ഒന്ന് മാത്രമാണ്. മറ്റ് പ്രബലമായ ഒരു റിപ്പോർട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, ഖദീജ ബീവിക്ക് 28 വയസ്സായിരുന്നു എന്നുള്ളത്. നമുക്കൊന്നുകൂടി ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടാണിത്. കാരണം ബീവിയെ സംബന്ധിച്ചിടത്തോളം ആ ദാമ്പത്യ വല്ലരിയിൽ പിന്നീട് 6 മക്കൾ പിറക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു സംബന്ധിച്ചിടത്തോളം അതെല്ലാം സാധ്യമാണെങ്കിൽ കൂടെ 40 വയസ്സായ ഒരു സ്ത്രീക്ക് പിന്നീട് 6 മക്കൾ ഉണ്ടാവുക എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഒരു യുക്തിപരമായ നമുക്കൊരു യോജിപ്പ് വരുന്നത് ബീവിക്ക് അന്ന് 28 വയസ്സായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാനായിരിക്കും ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു. അങ്ങനെ 2 പ്രബലമായ അഭിപ്രായങ്ങളും 40 വയസ്സായിരുന്നു അല്ല 28 വയസ്സായിരുന്നു എന്ന 2 പ്രബലമായ അഭിപ്രായങ്ങളും നമുക്ക് മുന്നിലുണ്ട്. സത്യം എന്താണ് എന്നുള്ളവന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഒരു കാര്യത്തിൽ ആർക്കും സംശയമില്ല, പ്രവാചകനേക്കാൾ ബീവിക്ക് വയസ്സ് കൂടുതലായിരുന്നു എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യം. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരനായ സുമുഖനായ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട സത്യസന്ധനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് പേര് അക്കാലത്ത് വിവാഹാലോചനകളായിട്ട് വരുന്നുണ്ട്. എങ്കിൽ കൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കുന്നത് ഈ ഖദീജ ബീവിയുടെ വിവാഹാലോചനയാണ്. അതിലൊരുപാട് യുക്തി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണമാണ്. ആ ഒരൊറ്റ സ്വഭാവ ഗുണം കൊണ്ട് മാത്രമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്പത്ത് ഒന്നും നോക്കാതെ ഖദീജ ബീവി സ്വീകരിക്കുന്നത്. അതേസമയം അത് ഖദീജ ബീവിയുടെ സ്വഭാവ ഗുണം കൂടെയാണല്ലോ. അഥവാ സമ്പത്തോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണം കൊണ്ട് മാത്രം ഖദീജ ബീവി തന്റെ ജീവിത വരനായിട്ട് തെരഞ്ഞെടുക്കുന്നു. ഒരേ സമയം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജ ബീവിയുടെയും സ്വഭാവ ജീവിത ഗുണങ്ങളായിട്ട് മൂല്യങ്ങളായിട്ട് നമുക്ക് ഈ വിവാഹത്തെ എടുത്തുദ്ധരിക്കാൻ സാധിക്കും. അതുപോലെ വിധവാ വിവാഹത്തിന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹനം നൽകുന്ന രംഗമായിട്ട് നമുക്ക് ഈ വിവാഹത്തെ കാണാൻ സാധിക്കും. നമ്മുടെ വിധവ അക്കാലത്ത് വളരെ ഒരു പ്രശ്നമായിട്ട് ഇന്നും നിലനിൽക്കുന്ന സംഭവമാണത്. ഒരു വിവാഹം കഴിഞ്ഞടുത്ത സ്ത്രീയെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് വളരെ ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് വന്നൊരു സാഹചര്യമാണിത്. അവിടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മാതൃകാപരമായി കൊണ്ട് വിഡോ റീമാരേജിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് പല പേരെയും ഇതുപോലെ വിവാഹം കഴിച്ചിട്ടുണ്ട്. പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുന്നത് കന്യകമാരെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്നാണെങ്കിൽ കൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് ആയിഷ ബീവി വിവാഹം കഴിക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷേ ഇതുപോലെ ഒരുപാട് വിധവകളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പിന്നീട് വിവാഹം കഴിക്കുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിൽ കൂടെ ആ വിവാഹം വളരെ അർത്ഥയോഗ്യമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രബോധന വഴിയിൽ ഏറ്റവും നെടുന്തൂണായി നിലകൊണ്ടിരുന്ന ആളുടെ പേരായിരുന്നു ഖദീജ ബീവി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തി അത് ഖദീജ ബീവി എന്നൊരു സ്ത്രീയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂടുള്ള അവിടുത്തെ പ്രബോധന വഴിയിൽ വെയിലേറ്റ് ഉരുകി വാടിത്തളർന്ന ശരീരവും മനസ്സുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ സമാശ്വാസത്തിന്റെ കുളിർമഴയായിട്ട് ഖദീജ ബീവി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന അനേകം രംഗങ്ങൾ നമുക്ക് ആ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അത്രയും മനോഹരമായ ആ പ്രണയത്തിന്റെ കഥകൾ. അഥവാ ഓരോ ദിവസവും പലരും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദ്രവിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഖദീജ ബീവി അവിടെ ഇങ്ങനെ കൂട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ അവസരത്തിലൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാശ്വാസത്തിന്റെ കുളിർമയായിട്ട് ഖദീജ ബീവി പെയ്യുന്നുണ്ട്. ആ സമയത്ത് ഖദീജ ബീവി ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾ സത്യസന്ധനായ മനുഷ്യനാണ്, കുടുംബം വന്ന് ചേർക്കുന്ന ആളാണ്, അള്ളാഹു നിങ്ങൾ ഒരിക്കലും കൈവിടില്ല, നിങ്ങൾ ഒരു പ്രതീക്ഷയും അസ്തമിക്കേണ്ടതില്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖദീജ ബീവി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രയും മനസ്സറിഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്ന സഹധർമ്മിണിയായിക്കൊണ്ട് പ്രേതമയായിക്കൊണ്ട് ഖദീജ ബീവി ആ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഖദീജ ബീവിയെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ ആ ദാമ്പത്യ വല്ലരി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ നമ്മൾ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ 6 മക്കൾ പിറക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിജയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സ്ത്രീ ഉണ്ട് എന്ന് നമ്മൾ പറയുമല്ലോ. അതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജയത്തിന്റെ പിന്നിലുള്ള ഒരു നെടുന്തൂണായ സ്ത്രീ ആയിട്ട് ഖദീജ ബീവിയെ നമുക്ക് എടുത്തുദ്ധരിക്കാൻ സാധിക്കും.
അതുപോലെ തന്നെയാണ് സാമ്പത്തികമായി വലിയൊരു നേട്ടം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വിവാഹം കൊണ്ടുവരുന്നുണ്ട്. അഥവാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ മരണശേഷം പറയുന്നുണ്ട്, ഖദീജ ബീവിയുടെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ, എൻ്റെ ദീനിന് ഉപകാരപ്പെട്ടതുപോലെ മറ്റാരുടെയും സമ്പത്ത് ഉപകാരപ്പെട്ടിട്ടില്ല. അഥവാ അതിൻ്റെ ആരംഭഘട്ടങ്ങളിൽ പോലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം നോക്കേണ്ടതുണ്ട്. അപ്പോൾ ദീനിൻ്റെ പ്രബോധനം ആവശ്യമുണ്ട്. ഇവിടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ദീനിൻ്റെ പ്രബോധനം നടത്താൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായൊരു വലിയൊരു കച്ചവട സാധനങ്ങളും അതിൻ്റെ ലാഭവും കച്ചവടമൊക്കെ ആയിട്ട് സാമ്പത്തികം വലിയ സപ്പോർട്ട് ഖദീജ ബീവിയുടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഴുവൻ സമയത്തും ഇങ്ങനെ പ്രബോധന വഴിയിൽ പിന്തുടരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള വലിയൊരു ബാക്കപ്പ് ഖദീജ ബീവിയുടെ വഴി നൽകുന്നുണ്ട്. ഈ വിവാഹം വലിയൊരു സാധ്യത പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ദരിദ്രനായ അങ്ങേക്ക് ഞാൻ സമ്പത്ത് നൽകിയില്ലേ എന്ന് ചോദിക്കുന്നതിനടുത്ത് മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അത് ഖദീജ ബീവിയുടെ വിവാഹമായിരുന്നു എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ ആ വിവാഹത്തെ ഖുർആനും അള്ളാഹു ഒക്കെ ഇങ്ങനെ പ്രശംസിക്കുകയും അതിന്റെ ചരിത്ര രേഖകൾ മുഴുവനും അങ്ങനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന മനോഹരമായ രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖദീജ ബീവിയുടെയും അങ്ങനെ ദാമ്പത്യ വല്ലരിയിൽ പിന്നീട് 6 മക്കൾ പിറക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ആൺകുട്ടിയായിരുന്ന ഖാസിം എന്നൊരു മകനായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുഞ്ഞ് മരണപ്പെടുന്നുണ്ട്. പിന്നീട് സൈനബ് ബീവി ഉണ്ടാകുന്നുണ്ട്. അവര് അബ്ദുല്ലാസ് എന്ന ഒരു സഹാബിയെയാണ് വിവാഹം കഴിക്കുന്നത്. അവരുടെ മനോഹരമായ വിവാഹ ചരിത്രം നമ്മൾ മുൻപ് നേരത്തെ പറഞ്ഞതാണ്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവരുടെ. പിന്നീട് റുഖിയ ബീവി, ഉമ്മു കുൽസും, അവരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് 2 പേരെയും വിവാഹം കഴിക്കുന്നത്. ശേഷം ഫാത്തിമ ബീവി പിറക്കുന്നുണ്ട്. അവരെ അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നത്. മറ്റൊരു ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ട അബ്ദുള്ള എന്ന ഒരു കുഞ്ഞ്, അതാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ ഖദീജ ബീവിയിൽ നിന്നുണ്ടാകുന്ന മക്കള്. പിന്നീട് ഇബ്രാഹിം എന്നൊരു മകൻ, മാരിയ കിബ്തിയിൽ നിന്നുണ്ടാകുന്ന മകൻ ഒഴിച്ചാൽ ബാക്കി എല്ലാ മക്കളെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നത് ഈ ഖദീജ ബീവിയിലൂടെയാണ്. പ്രവാചകന്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഖാസിം, അബ്ദുള്ള എന്ന മക്കൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടു പിരിയുന്നുണ്ട്. ശേഷിച്ച പെൺമക്കളിൽ 4 പേരും, ഫാത്തിമ ബീവി ഒഴികെ എല്ലാവരും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് മരണപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജീവിതത്തിൽ താങ്ങാനാവുന്ന ഏറ്റവും വലിയ വേദനയാണത്, തൻ്റെ മക്കളുടെ വിയോഗം കാണേണ്ടി വരിക എന്നത്. ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖപൂർണമായത് അവരുടെ മാതാപിതാക്കളുടെ വിയോഗം കാണുക എന്നുള്ളതാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും കാണാൻ വിധിക്കപ്പെട്ട ഒരാളായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പിതാവില്ലാതെ വളരേണ്ടി വന്നു. പിന്നീട് ഉമ്മയെ നഷ്ടമായി. അതിനുശേഷം വളർന്നിങ്ങനെ വരുമ്പോഴേക്കും തങ്ങളുടെ മക്കളെ 7 മക്കളിൽ 6 പേരെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രത്തോളം ദുരിതപൂർണമായ ജീവിത പരിസരങ്ങളിലൂടെയായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു നീങ്ങിയത്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാരം അയാൾ ഏറ്റെടുത്തത് തൻ്റെ മക്കളുടെ മയ്യത്താണ് എന്ന് നമുക്കൊരു കവി പറയുന്നത് കാണാം. ഗസയിലെ ചില മക്കളുടെ അവരുടെ മയ്യത്തേറ്റ് നടക്കുന്ന പിതാക്കളുടെ ചിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വളരെ വേദനാപൂർണമായ, ഇത്രയും ദുസ്സഹമായ ചിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 6 മക്കളെ ഒരു മനുഷ്യന് മയ്യത്തടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ അത്രയും വേദനാപൂർണമായ ജീവിത പരിസരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ സഹിക്കാൻ പറ്റുന്ന എല്ലാ വേദനകളെയും പ്രവാചകർ ഇത്രയും പ്രായങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ നീളം വഹിക്കുന്നുണ്ട്. എല്ലാ വേദനകളോടെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോകുന്നുണ്ട്. താങ്ങും തണലുമായി നിന്ന മനുഷ്യരൊക്കെ പ്രവാചകനെ വിട്ടിട്ട് പോകുന്നുണ്ട്. അത്രയും പ്രതിസന്ധികളിലൂടെയുള്ള ആ ജീവിതം വലിയ ക്ഷമയുടെ വിജയം എന്ന തരത്തിലേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത് ഈ ഒരു ഇതിന് പിന്നിലാണ്. അത്രയും പ്രതിസന്ധികളിലൂടെയായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കടന്നുപോയത് എന്നുള്ളതാണ്. വിവാഹശേഷം ഖദീജ ബീവിയുടെ വീട്ടിൽ നടക്കുന്ന ചില മനോഹരമായ സംഭവങ്ങളുണ്ട്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കഅബയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുനർനിർമ്മാണമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനോഹരമായ ചില ഏടുകളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.